ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് വണ്ടി ഓടിക്കാൻ പോവുക. അപ്പോൾ എനിക്കറിയാവുന്ന ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ വണ്ടി ഗിയർ ചേഞ്ച് ചെയ്യുന്നതും അതെല്ലാം അതിൻ്റെ ചെറിയതായിട്ട് എനിക്കറിയുന്ന. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഗിയറിൽ കിടക്കുക. അത് നമ്മൾ സൈഡ് ഗ്ലാസ് കറക്റ്റാണോ, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് മിറർ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസും കറക്റ്റാണോ എന്ന് നമുക്ക് കാണത്തക്ക രീതിയിൽ, ബാക്കിൽ നിന്ന് വണ്ടി വരുന്നത് നമുക്ക് കാണത്തക്ക രീതിയിലാണോ എന്നുള്ളത് ഇത് ഇത്രയും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ക്ലച്ച് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഗിയർ റിലീസ് ചെയ്ത് ന്യൂട്രലാക്കുന്നു. അതിനുശേഷം നമുക്ക് ക്ലച്ച് ഓഫ് ആക്കിക്കൊണ്ട് ബ്രേക്ക് കാലും കൂടെ കൊടുത്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടേക്കുക, ഗിയർ കൊടുത്തിട്ടുമില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും സിഗ്നൽ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഓണായി കിടപ്പുണ്ടോ, എന്തെങ്കിലും വണ്ടിക്ക് ഫോൾട്ട് ഉണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ടാക്കി ഇട്ടേക്കുന്നത്. ഇപ്പോൾ AC ഇട്ടേക്കുന്നുണ്ട്. AC-യുടെ സൗണ്ടാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ഓണാക്കി കണ്ടു കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്തെങ്കിലും ലൈറ്റ് ഓണാക്കി നമുക്ക് കാണുകയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഓഫാക്കുക. എഞ്ചിന് വല്ലതും തകരാറുണ്ടായോ, അതോ പെട്രോൾ തീർന്നോ, അല്ലെങ്കിൽ ഗ്യാസ് തീർന്നോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സിഗ്നൽ ഇതിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. ഗിയർ കൊടുക്കുമ്പോൾ ക്ലച്ച് ഓഫാക്കിയിട്ട് കാർ ഓടിക്കാൻ പോവുക. ആദ്യം ഞാൻ ഇതിൻ്റെ സിഗ്നൽ എടുത്ത് കാർ ഓപ്പൺ ആക്കി, അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കാർ ഓടിക്കുന്നതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഞാൻ ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടട്ടെ. ഇതുപോലെ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുന്നു. അടുത്ത് നമ്മൾ ക്ലച്ച് ഓഫാക്കിക്കൊണ്ട് ഗിയർ ന്യൂട്രലാക്കുമ്പോൾ ഗിയർ ഇങ്ങനെ കിടന്ന് ആ സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫാക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമുക്ക് കാർ ഒന്ന് ഓണാക്കാം. ന്യൂട്രലാക്കിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് ഇതിനകത്ത് പല ലൈറ്റുകളും ഉണ്ട്. അതെല്ലാം ഓഫായോന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇതിലിപ്പോൾ 2 സീറ്റിലും ആളിരിക്കുന്നു, ഞാൻ മാത്രമേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ലൈറ്റ് അതിൽ കത്തി കിടക്കുക. ആ സീറ്റ് ബെൽറ്റും കൂടി ഇട്ടപ്പോൾ 2 ലൈറ്റും ഇതിന്ന് ഓഫായിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ലൈറ്റ് ഒന്നുമില്ല. ഇത് റൈറ്റിലോട്ട് പോകാനുള്ള സിഗ്നല്, ഇത് ലെഫ്റ്റിലോട്ട് പോകാനുള്ള സിഗ്നല്, ഇത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നെങ്കിൽ മാത്രം ഇടാനുള്ള സിഗ്നല്. എനിവേ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഒരു ലൈറ്റും കത്തി കിടക്കുന്നില്ല. പെട്രോൾ ഇല്ലെങ്കിൽ പെട്രോൾ തീർന്നതായിട്ടുള്ള സിമ്പൽ ഇതിൽ കാണും. ഗ്യാസും കൂടെ ഉള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാഗണാർ. അതിനകത്ത് ഗ്യാസ് ഫുള്ളാണ്. തീർന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലൈൻ വരുമ്പോഴേ ഇങ്ങനെ സിമ്പിൾ ബ്ലിം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഇതിൽ ഫുള്ളാക്കണം. അതേപോലെ പെട്രോളിൻ്റെ രീതി അതേ സെയിം തന്നെ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടി മുന്നോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കിക്കൊണ്ട് പതുക്കെ അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഇനി പതുക്കെ എൻ്റെ ക്ലച്ച് കാലിന് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൽ ബ്രേക്കും കുട്ടുകൊണ്ട് പതുക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ട് പതുക്കെ മൂവ് ചെയ്യുന്നു. ഒരു ചെറിയ മൂവിങ് നമുക്ക് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയം നമ്മളിത്
ഗിയർ മാറ്റി സെക്കൻഡ് ഗിയറിൽ ഇട്ട് കൊടുക്കുന്നു. ബമ്പൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്ലോയിൽ സെക്കൻഡ് ഗിയറിൽ മാറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള എനിക്കറിയാവുന്ന ഒരു ടിപ്സാണ്. വണ്ടി അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഓഫാക്കാൻ പോവാം. ഓഫാക്കുന്നതിന് മുന്നേ ഞാൻ ന്യൂട്രലിലേക്ക് വീണ്ടും മാറ്റുന്നു. അല്ലേ, ന്യൂട്രലിലാക്കി അത് കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് പിടിച്ചു. അതിന് ശേഷമാണ് ഞാനിവിടെ കീ ഓഫാക്കുന്നത്. കീ ഓഫാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ ക്ലച്ചിട്ട് അതിന് ശേഷം മാത്രമേ ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയുള്ളൂ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതിന്റെ മിറർ കറക്റ്റാക്കി വെക്കുക, സൈഡ് ഗ്ലാസുകൾ കറക്റ്റാക്കി വെക്കുക. ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഞാൻ ഇപ്പോൾ റിവേഴ്സ് എടുത്ത് നിന്നു. ഇനി എനിക്ക് തിരിച്ചു പോകുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഫസ്റ്റ് ഗിയർ ഇട്ട് ഞാൻ വണ്ടി മുന്നോട്ടെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി വണ്ടി ഓഫാക്കാൻ പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ AC ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഓഫാക്കുന്നു. AC ഓഫാക്കി അതിനുശേഷം രാത്രിയാണെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഓഫാക്കുക. അതിനുശേഷം നമ്മൾ ഗിയർ ന്യൂട്രലാക്കുന്നു. ഗിയർ ന്യൂട്രലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫാക്കുന്നു. ഡീറ്റെയിൽസ് ഇത്രയെങ്കിലും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.